പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോ ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. 20 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വരാൻ പോകുന്ന PSC പരീക്ഷകൾക്കെല്ലാം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ 20 എണ്ണവും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിച്ച ആശയവിനിമയ ഉപഗ്രഹം ഏതാണ്? ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിച്ച ആശയവിനിമയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം GSAT-20. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തിച്ചേരാൻ എടുത്ത ദിവസം എത്രയാണ്? ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തിച്ചേരാൻ എടുത്ത ദിവസം എത്രയാണ്? ഉത്തരം 127 ദിവസം. അടുത്ത ചോദ്യം, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹമായ GSAT-20 ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന വിക്ഷേപണ വാഹനം ഏതാണ്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹമായ GSAT-20 ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം ഫാൽക്കൺ 9 ആണ്. അടുത്ത ചോദ്യം, മികച്ച പാരാ അത്ലറ്റിന് നൽകുന്ന 2023 ലോക പുരസ്കാരത്തിൽ അമ്പെയ്ത്ത് വിഭാഗത്തിൽ പുരസ്കാരം നേടിയ വനിതാ താരം ആരാണ്? മികച്ച പാരാ അത്ലറ്റിന് നൽകുന്ന 2023 ലോക പുരസ്കാരത്തിൽ അമ്പെയ്ത്ത് വിഭാഗത്തിൽ പുരസ്കാരം നേടിയ വനിതാ താരം ആരാണ്? ഉത്തരം ശീതൽ ദേവി. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ ബംഗ്ലാദേശിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബംഗ്ലാദേശ് ദേശീയ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആര്? 2024 ജനുവരിയിൽ ബംഗ്ലാദേശിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബംഗ്ലാദേശ് ദേശീയ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം ഷാക്കിബ് അൽ ഹസൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ വിപണനം ആരംഭിച്ച കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള കുപ്പിവെള്ളം ഏതാണ്? കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ വിപണനം ആരംഭിച്ച കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള കുപ്പിവെള്ളം ഏതാണ്? ഉത്തരം ഹില്ലി അക്വ. അടുത്ത ചോദ്യം, വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച ജില്ല ഏത്? വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച ജില്ല ഏതാണ്? ഉത്തരം എറണാകുളം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം ഏതാണ്? ഉത്തരം അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈ. അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈ. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച OS ത്യാഗരാജൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023 ഡിസംബറിൽ അന്തരിച്ച OS ത്യാഗരാജൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കർണാടക സംഗീതം. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇന്ത്യയിൽ ആദ്യമായി 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇന്ത്യയിൽ ആദ്യമായി 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? ഉത്തരം മീരാഭായ്. പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ ഏത് നവോത്ഥാന നായകൻ്റെ 150-ാം രക്തസാക്ഷിത്വ ദിനം ആണ് ആചരിക്കുന്നത്? 2024 ജനുവരിയിൽ ഏത് നവോത്ഥാന നായകൻ്റെ 150-ാം രക്തസാക്ഷിത്വ ദിനമാണ് ആചരിക്കുന്നത്? ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധന ഏത്? ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുന്നതിന് കേരള ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധന ഏത്? ഉത്തരം ഓപ്പറേഷൻ അമൃത്. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് എന്ന്? ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് എന്നാണ്? ഉത്തരം 2024 ജനുവരി 6. 2024 12ാമത് ദേശീയ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം ഏതാണ്? 2024 12ാമത് ദേശീയ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം ഏതാണ്? ഉത്തരം ന്യൂഡൽഹി.
ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറവ് പന്തുകളിൽ അവസാനിച്ച ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരത്തിന് വേദിയായ സ്റ്റേഡിയം ഏതാണ്? ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറവ് പന്തുകളിൽ അവസാനിച്ച ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരത്തിന് വേദിയായ സ്റ്റേഡിയം ഏതാണ്? ഉത്തരം ന്യൂലാൻഡ് സ്റ്റേഡിയം, കേപ്പ് ടൗൺ. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ അന്തരിച്ച എഴുത്തുകാരി തക്കാക്കോ മുല്ലൂർ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവൽ ഏതാണ്? 2024 ജനുവരിയിൽ അന്തരിച്ച എഴുത്തുകാരി തക്കാക്കോ മുല്ലൂർ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവൽ ഏതാണ്? ഉത്തരം ചെമ്മീൻ. അടുത്ത ചോദ്യം, ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രണ്ടാമത്തെ ബഹിരാകാശ ഏജൻസി ഏതാണ്? ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രണ്ടാമത്തെ ബഹിരാകാശ ഏജൻസി ഏതാണ്? ഉത്തരം ISRO. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര പുഷ്പമേളയായ പൂപ്പൊലി 2024 വേദിയായ കേരളത്തിലെ ജില്ല ഏത്? അന്താരാഷ്ട്ര പുഷ്പമേളയായ പൂപ്പൊലി 2024 വേദിയായ കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം വയനാട്. അടുത്ത ചോദ്യം നിങ്ങളോടാണ്. ലോക ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.